എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല. പാവങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നത്. സാധാരണക്കാരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഓക്കാനം വരുന്നത്. നീ വല്ലതും അറിയുന്നുണ്ടോ? കണ്ടം പൂട്ടിയതുപോലെ തെളിവൊന്നുമില്ല എന്ന് പരിഹസിച്ചു തുടങ്ങിയ എം വി ഗോവിന്ദൻ ഈ ന്യായീകരണവുമായി കണ്ടം വഴി ഓടേണ്ടി വരുന്ന അവസ്ഥയിലാണോ എത്തി നിൽക്കുന്നത്? ഈ ഗോവിന്ദൻ മാഷ് സത്യത്തിലൊരു സാധു മനുഷ്യൻ. സുഖിപ്പിച്ച് പുകഴ്ത്തിയെന്ന് സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല, കേൾക്കുന്നവർക്കും മനസ്സിലായിട്ടില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ഈ നമ്മുടെ സിൽവർ ലൈൻ വന്നു കഴിഞ്ഞാൽ കൂറ്റനാട്ടിൽ നിന്ന് അപ്പം കൊണ്ടുവന്ന് എറണാകുളത്ത് വിറ്റ് വളരെ പെട്ടെന്ന് തിരിച്ച് കൂറ്റനാട്ട് പോയിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാമെന്ന് പുള്ളി പറഞ്ഞില്ലേ? ഏതാണ്ട് അതേ ലോജിക്ക് തന്നെയാണ് പുള്ളി ഈ വിഷയത്തിലും പറയുന്നത്. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. ആൾ ശുദ്ധഗതിക്കാരനാണ്, പല തമാശകളും പറയുക. അതൊക്കെ നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതി. ഇവിടെ രാഷ്ട്രീയമായി നേരിടുന്നത് വളരെ രസകരമായ രീതിയിലാണ്. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്ത പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് മാസപ്പടി വിവാദം. അതിലാർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അത് കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു. പിണറായി വിജയൻ്റെ മകൾ ആ ഒറ്റ കപ്പാസിറ്റിയിൽ അവരുടെ കമ്പനിയുടെ ആസ്തി എത്രയാണ്, അതിൻ്റെ പ്രവർത്തനക്ഷമത എത്രയാണ് എന്ന് നമുക്കറിയാം. കമ്പനിക്ക് മാസം 3 ലക്ഷം രൂപ വെച്ചു, അവർക്ക് വ്യക്തിപരമായിട്ട് 5 ലക്ഷം രൂപ വെച്ചു. വളരെ സംശയാസ്പദമായ രീതിയിൽ വ്യവസായം നടത്തുന്ന ഒരാളിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഒരു തവണയല്ല, മാസാമാസം കൈപ്പറ്റിക്കൊണ്ടേയിരുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പാർട്ടിക്ക് അതിനെ ഒരു തരത്തിലും പ്രതിരോധിക്കാനോ വിശദീകരിക്കാനോ സാധിച്ചില്ല. അത് വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ പാർട്ടിക്കാരുമുണ്ട്, പാർട്ടി അനുഭാവികളുമുണ്ട്. അത് സത്യത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിച്ചു, ഇടതു മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. അത് മാത്രവുമല്ല, കോഴിക്കോട് കേന്ദ്രമായിട്ട് അമ്മോശനെ മറയാക്കി മരുമകൻ നടത്തിക്കൊണ്ടിരുന്ന വലിയൊരു തട്ടിപ്പ് സാമ്രാജ്യമുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് കോഴിക്കോട്ടുകാർക്കറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് എളമരം കരീമിന് വമ്പിച്ച പരാജയമുണ്ട്. 1.5 ലക്ഷം വോട്ടിന് വേണ്ടിയാണ് സഖാവ് തോറ്റത്. കേരളത്തിൽ വടകര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം CPM-കാരിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള സ്ഥലമാണ് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. ആ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ എം കെ രാഘവനെതിരെ എളമരം കരീം മത്സരിച്ചു. കരീമിനെ പോലെ അത്രയും പരിചയവും പാരമ്പര്യമുള്ള വേറൊരാൾ അവിടെ ഇല്ല. അദ്ദേഹം മത്സരിച്ചിട്ട് പോലും വമ്പിച്ച പരാജയമുണ്ടായി. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ മതി. കോഴിക്കോട് ജില്ലയാണ് CPM-ൻ്റെ ഏറ്റവും വലിയ കോട്ട, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗം, വടകര, നാദാപുരം, മേപ്പയ്യൂർ, കുറ്റ്യാടി, ആ പ്രദേശം. അവിടെയൊക്കെ എത്ര വലിയ വ്യത്യാസത്തിലാണ് ഓരോ നേതാക്കന്മാരും ഓരോ സ്ഥാനാർത്ഥികൾ തോറ്റുള്ളത്, CPM-ൻ്റെ CPI-യുടെ സ്ഥാനാർത്ഥികൾ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആളുകൾക്കറിയാം. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഇത് SFIO എന്നും വേണ്ട, എൻഫോഴ്സ്മെൻറ്റുകാരും വേണ്ട, ഇൻകം ടാക്സുകാരും വേണ്ട, ആരും വേണ്ട. ജനങ്ങൾക്കറിയാമല്ലോ അവിടെ എന്താ നടക്കണമെന്നുള്ളത്. അവിടെ കൊയ്ത്തും മെതിയുമാണ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ നമ്മുടെ മാത്യു കൊള്ളാടൻ പറഞ്ഞ പോലെ മഞ്ഞുമലയുടെ ഒരു ചെറിയ അംശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അവിടെ വമ്പിച്ച അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് മരുമകനായതുകൊണ്ടാണോ, പാർട്ടിയുടെ വിപ്ലവ യുവജന സംഘടനയുടെ അഖില ലോക നേതാവായതുകൊണ്ടാണോ അദ്ദേഹത്തിന് ആ ഒരു സാഹചര്യം കിട്ടിയത്, അദ്ദേഹത്തിന് മറ്റൊരു മന്ത്രിക്ക് കിട്ടാത്ത ചില സൗകര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ്. ഇനിയും ചോദിക്കേ, പറയാം. ഈ പാർട്ടിക്കകത്ത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വലിയൊരു മേൽക്കൈ, അത് ഭരണതലത്തിൽ പുള്ളിക്കുണ്ടായിരുന്ന വലിയ മേൽക്കൈ, അതുപയോഗിച്ച് സമ്പാദിച്ച വലിയ സംഖ്യകൾ, അത് നാട്ടിൽ സമാഹരിച്ച് നിർത്താൻ പറ്റാത്തതിനപ്പുറത്തുള്ള വിദേശത്തേക്ക് കൊണ്ടുപോയി. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ. സ്വപ്ന സുരേഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും. അയ്യേ, ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് വേണ്ട പങ്കു. ഇതിന്റെ പുറകിൽ വലിയ കൊള്ളയാണ്. ജയശങ്കർ സൂചിപ്പിച്ചതുകൊണ്ട് വലിയ തട്ടിപ്പാണ്. സ്വപ്ന സുരേഷ് എന്ന് ഉന്നയിച്ച ആരോപണത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ചീഫ് മിനിസ്റ്റർ ദുബായിൽ പോയ സമയത്താണ് ആദ്യമായിട്ട് ശിവശങ്കർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺസുലേറ്റിൽ സെക്രട്ടറിയായിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഒരു ബാഗ് മറന്നുപോയി, ആ ബാഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തിച്ചു തന്നെ ആവണം. അങ്ങനെ നമ്മളുടെ കോൺസുലേറ്റിൽ ഒരു ഡിപ്ലോമാറ്റ്, അതിൽ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിന്റെ കയ്യിലാണ് ഈ ബാഗ് കൊടുത്തുവിടുന്നത്. ആ ബാഗ് കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ അകത്ത് കറൻസി ആയിരുന്നു.
അങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങുന്നത്. കണ്ടാൽ എത്ര യോഗ്യൻ. അപ്പോൾ റിയാസ് വന്നക്ക് മുമ്പും കറൻസി വിദേശത്തേക്ക് പോരും. സ്പീക്കറായിരുന്ന മാന്യദേഹത്തെക്കുറിച്ച് ഇതുപോലുള്ള ആരോപണം വന്ന് ഓർക്കുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ പരിപാടിയാണ്. വിദേശത്തേക്ക് കറൻസി കൊണ്ടുപോകുന്നു. അത് പിന്നീട് അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയെന്ന് വെച്ചാൽ സുരക്ഷിതമായ സ്ഥലത്ത് നിക്ഷേപിക്കും. കോൺഗ്രസ്സുകാർ BJP-കാരൊക്കെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മാർക്സിസ്റ്റുകാരും ആ നിലയിലേക്ക് എത്തി എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല. പാവങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നത്. സാധാരണക്കാരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തെ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഓക്കാനും വരുന്നത്. പറഞ്ഞു മനസ്സിലായി. ഇതിലാകെ സന്തോഷകരമായിട്ട് ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സഖാവ് ബിനോയ് വിശ്വത്തിന് ഇതേക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നുള്ളതാണ്. കാര്യം പിണറായി വിജയൻ്റെ റെയ്ഡ് നടന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ പോയി കണ്ട് പിണറായി സഖാവിനെ ഐക്യദാർഢ്യം അറിയിച്ചാണ്. മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം നീണ്ടപ്പോൾ പുള്ളി പറയുന്നത് എന്താണ്? ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. ഇല്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. ചെറുപുച്ഛത്തോടെയുള്ള ഒരു ചിരി കൂടി ഉണ്ട് ആ മുഖത്ത് അത് പറയുമ്പോൾ. ശ്രീ ജയശങ്കർ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന ആ ഭാവം, അത് ശൃംഗാരമാണോ കരുണമാണോ ബീവത്സമാണോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വല്ല കലാമണ്ഡലം ഗോപിയാശാനോട് ചോദിക്കണം. ഏതായാലും അത് നവരസങ്ങളിൽ ഒന്നും ഇല്ലാത്തൊരു രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലെല്ലാം ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവം വളരെ വ്യക്തമാണ്. ഇത് ഭൂലോക തട്ടിപ്പാണ് എന്നാണ് പുള്ളി പറയാതെ പറയുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിനക്കോ? ഈ വക തട്ടിപ്പൊന്നും വെളുപ്പിക്കണ്ട ഒരു ചുമതലയും ഉത്തരവാദിത്വവും CPI-ക്കില്ല. കാരണം CPI-കാർക്ക് 5 പൈസ പുറകിലും ഉണ്ടായിട്ടില്ല. CPM-കാർക്ക് പിണറായി വിജയനെ പേടിച്ചിട്ട് സത്യം തുറന്നു പറയാൻ നിവൃത്തിയില്ല. ഗോവിന്ദൻ മാഷും അറിയാം, സ്വരാജിനും അറിയാം, ഷംസീറിനും അറിയാം, എല്ലാവർക്കും അറിയാം എന്താണ് ഇവർ ചെയ്തത്, എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. SFIO റിപ്പോർട്ടൊക്കെ പിന്നല്ലേ വന്നത്. അതിനു മുമ്പ് തന്നെ സകല ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടല്ലേ കോഴിക്കോട്ട് ചരിത്ര പരാജയം ഉണ്ടായത്. സ്വാഭാവികം. സംസാരിക്കാഞ്ഞത് ഇന്ന് ഞാൻ ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. എന്താ പറഞ്ഞ് ഇപ്പൊ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാ പറഞ്ഞു. ഉരുണ്ട് കളിക്കുകയായിരുന്നു റിയാസ്. എന്തായാലും റിയാസിന്റെ ബൈറ്റിൽ റിയാസ് ഉരുണ്ട് കളിക്കുകയായിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങളോട് ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ വിശദീകരിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് പണ്ടുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. 2 കമ്പനികൾ തമ്മിലുള്ള ഡീലാണെന്നും ഇതിന് ബാങ്കിൽ കൂടിയാണ് പണം സ്വീകരിച്ചിരിക്കുന്നത്, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, അവിടെ സേവനം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മുന്നിൽ ഈ വാദം ഇനിയും പറയാൻ കഴിയുമോ? കർത്തായുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വീണയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരാൾ പറയുന്നു എനിക്ക് സേവനം കിട്ടിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് പണം കൊടുത്തു. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അപ്പൊ പിന്നെ അതിനപ്പുറത്തേക്ക് ശ്രീ റിയാസ് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പുറത്ത് ഒരാൾ പറഞ്ഞു ഞാൻ സേവനം കൊടുത്തിട്ടുണ്ട്, പക്ഷെ കാണിക്കാൻ ഒരു തെളിവുമില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തെളിവുമില്ലാത്ത ഒരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്തതിന്റെയോ ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നതിന്റെയോ തെളിവില്ലാതെ നിങ്ങൾ IT സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം തീർന്നു. നിങ്ങളുടെ ആകെ ഉണ്ടായിരുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വെറും ട്രാൻസാക്ഷനായിട്ടുള്ള ഒരു കാര്യവുമായിരുന്നു. എന്തായിരുന്നു? നിങ്ങൾ ഇൻവോയ്സ് റേസ് ചെയ്യുന്നു, എന്നിട്ട് പൈസ എപ്പോൾ കിട്ടും എന്ന് ചോദിക്കുന്നു. ഈ കാര്യത്തിന് മാത്രമേ മെയിലുള്ളൂ, അല്ലാതെ മറ്റൊരു കാര്യത്തിനുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫണ്ടമെന്റലി ഒരു കറക്ക് കമ്പനി സെറ്റപ്പിലാണ് ഇത് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഈ ഒരു കമ്പനി മാത്രമല്ല, ഇനി തന്നെയുമാണോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2 കമ്പനികളിലുള്ള മറ്റ് ജീവനക്കാരെ ചോദ്യം ചെയ്തില്ലേ? ഈ തലപ്പത്തിരിക്കുന്ന വീണയെയും തലപ്പത്തിരിക്കുന്ന കർത്തായെയും നമ്മൾ മാറ്റി നിർത്തിയേക്കൂ. അവരുടെ IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ IT ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ CMR-ൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇവിടെ ഒരു കുന്തവും കിട്ടിയിട്ടില്ല എന്നവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം പോക്കാടൂ. വീണയുടെ എക്സാലോജിക്കലുള്ള സ്റ്റാഫിനെ പിന്നെ ചോദ്യം ചെയ്തതാണല്ലോ. അപ്പൊ അവര് പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലയന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ കമ്പനിയിൽ ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അതൊരു 1 പേഴ്സൺ കമ്പനിയാണെന്ന് അറിയാം, ഒറ്റ ഡയറക്ടർ മാത്രമേ ഉള്ളൂ, അവിടെ ജോലി ചെയ്തിരുന്ന സ്റ്റാഫിന് പോലും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, വീണയുടെ തന്നെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമറാണ്, ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന കസ്റ്റമറാണ്. ആ കസ്റ്റമറിന്റെ പേര് പോലും ആ സ്ഥാപനത്തിലുള്ള ആൾക്കാർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ സേവനം കിട്ടിയിട്ടില്ല CMRL എന്ന കാര്യം, അതിലൊരു സംശയവുമില്ല. അതിനിപ്പോ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്.
വീണ വിജയൻ പോലും സമ്മതിച്ചതാണ് ഇതിനെക്കുറിച്ചുള്ള രേഖകൾ നൽകാൻ കഴിയില്ല എന്ന്. അപ്പോൾ ശ്രീ സലീം മടവൂർ, ഇവിടെ പിണറായി വിജയൻ ഈ ചിത്രത്തിലേ ഇല്ല കേട്ടോ. കാരണം അദ്ദേഹം ഈ കേസിൽ ഒരു തരത്തിലും ആരോപണ വിധേയനല്ല, പ്രതിയല്ല, അങ്ങനെ ഒരു കാര്യവും വന്നിട്ടില്ല. പക്ഷേ ഇതിൽ പിണറായി വിജയന്റെ പേര് നമുക്ക് പറയേണ്ടി വരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് മകൾ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് CMRL കമ്പനിയാണ്. കാരണം CMRL കമ്പനിക്ക് അനധികൃതമായിട്ട് സർക്കാരിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ ചെയ്ത് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി കൊടുത്ത കൈക്കൂലി എന്ന രീതിയിൽ തന്നെ അതൊരു ബാങ്ക് ഇടപാടിലൂടെ നടത്തി. അതാണല്ലോ GST അടച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് കുഴപ്പമെന്ന് CPM നേതാക്കളൊക്കെ അന്ന് ചോദിച്ചത്. ഒരു നാടിനെ മുഴുവൻ പറ്റിച്ചോ? അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയെ. അതൊക്കെ കടന്ന് അന്വേഷണം നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊരു കൈക്കൂലിയായിരുന്നു. പിണറായി സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾക്ക് മകളുടെ കമ്പനിക്ക് മകൾക്കും പണം കൊടുക്കുകയായിരുന്നു കർത്തയും കൂട്ടരും ചെയ്തത്. അതാണ് സംഭവിച്ചത്. അതിനിടെയാണ് ആ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വിദേശത്തേക്ക് പണം കടത്തിയതിൻ്റെയും കിട്ടിയ തുകയേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടന്നതിനെയും കുറിച്ചാണ്. ഈ ലേക്കർ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഷെൽ കമ്പനിയാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്.